ദി ന്യൂക്ലിയസ് കെമിസ്ട്രി മലയാളത്തിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ തുല്യതാ പഠിതാക്കൾക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അധ്യായം 3, പേജ് 51 തൊട്ട് 71 വരെയാണ് ഈ അധ്യായമുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ എല്ലാവരും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കും കൂടി കയ്യിലെടുത്തിരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റും. ഈ ഒരു സ്ലൈഡിൽ തന്നെ എക്സാമിന് ഈ ചാപ്റ്ററിന് ചോദിക്കുന്ന മെയിൻ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. എന്താണ് pH സ്കെയില്, പിന്നെ ലിറ്റ്മസ്, കൊളോയിഡുകളുടെ രണ്ട് പ്രധാന ഗുണങ്ങളായിട്ടുള്ള പിങ്കൽ പ്രതിഭാസം, ബ്രൗണിയൻ പ്രതിഭാസം, പിന്നെ എന്താണ് നിർവീര്യീകരണ പ്രവർത്തനം എന്നുള്ളത്, പിന്നെ ചില ലവണങ്ങളുടെ പേരുകൾ, അപ്പക്കാരം, അലക്കുകാരം, ആലം, ജിപ്സം. അപ്പൊ ഈ ഒരു സ്ലൈഡ് തന്നെയാണ് നിങ്ങളുടെ എക്സാമിന് ഏറ്റവും ഫ്രീക്വന്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസിന്റെയും ഒരു സമ്മറി പോലെ ഞാൻ കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾക്ക് സമയം കളയാതെ ഈ പാഠത്തിൽ നമ്മൾ എന്തൊക്കെയാണ് പരിചയപ്പെടാൻ പോകുന്നതെന്ന് ഞാനൊരു ഇൻഡെക്സ് പേജിൽ കൊടുത്തിട്ടുണ്ട്. ആസിഡുകളെ കുറിച്ചിട്ട് കേൾക്കാത്ത ആരും ഉണ്ടാവില്ല. അതുപോലെ ക്ഷാരങ്ങള് നമ്മൾ അങ്ങനെ കേട്ടിട്ടുണ്ടോ എന്ന് സംശയമാണ്. ബേസുകള്, ആൽക്കലികള് എന്നൊക്കെ അവയ്ക്ക് വേറെ പേരുണ്ട്. ഈ ചാപ്റ്ററിൽ നിങ്ങൾ വായിച്ചു നോക്കിയാൽ കാണാം, ഒരുപാട് നിർവചനങ്ങൾ കൊടുത്തിട്ടുണ്ട് ആസിഡുകളെ കുറിച്ചിട്ടാണെങ്കിലും ക്ഷാരങ്ങളെ കുറിച്ചിട്ടാണെങ്കിലും. പക്ഷെ അതിൽ നമ്മൾ എക്സാമിന് വേണ്ടിയിട്ട് മെയിൻ ആയിട്ട് പഠിക്കേണ്ടത് ഒരേ ഒരു നിർവചനമാണ്. അതായത് ആസിഡുകൾ എന്ന് പറയുന്നത് അവയെ ജലത്തിൽ കലർത്തിയാൽ അവ എന്ത് ചെയ്യും? അവയുടെ സ്ട്രക്ചറിൽ നിന്ന് H+ അയോണുകളെ സ്വതന്ത്രമാക്കും. അതുപോലെ ക്ഷാരങ്ങളാണെങ്കിലോ ജലത്തിൽ അവയെ കലർത്തിയാൽ H+ അയോണുകൾക്ക് പകരം OH- അയോണുകളെയാണ് സ്വതന്ത്രമാക്കുന്നത്. ഇതിനെക്കുറിച്ച് നമ്മൾ ഒന്നുകൂടി വിശദമായിട്ട് പറയും. പക്ഷെ ഇപ്പോ തന്നെ ജസ്റ്റ് ഒന്ന് മനസ്സിൽ ഉറപ്പിച്ചു വെക്കുക, അവ തമ്മിലുള്ള പ്രധാന ഡിസ്റ്റിങ്ഷൻ എന്താണ് നിർവചന പ്രകാരമുള്ളത്. ഓക്കെ. പിന്നെ ഈ ചാപ്റ്ററിൽ നമ്മൾ സൂചകങ്ങൾ അഥവാ ഇൻഡിക്കേറ്റേഴ്സിനെ കുറിച്ചിട്ട് പഠിക്കും. pH സ്കെയിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ 6ാമത്തെ അതിൽ നമ്മൾ പഠിക്കുന്നുണ്ട് pH സ്കെയിലിനെ കുറിച്ചിട്ട്. ഇനി ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത് ലവണങ്ങൾ എന്താണ്, ലായനി എന്താണ്, ലായകം എന്താണ്, ലീനം എന്താണ്. അപ്പോൾ ചില വാക്കുകൾ തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നമ്മൾ പഠിക്കും. പിന്നെ യഥാർത്ഥ ലായനി അല്ലെങ്കിൽ ട്രൂ സൊല്യൂഷൻ, കൊളോയിഡ്, സസ്പെൻഷൻ, ഇവ മൂന്നിനെയും എങ്ങനെ വേർതിരിച്ചറിയാൻ സാധിക്കും അതും പഠിക്കും. പിന്നീട് നമ്മൾ പഠിക്കുന്നത് കൊളോയിഡുകളുടെ ആപ്ലിക്കേഷൻ, അല്ലെങ്കിൽ കൊളോയിഡുകൾ നിത്യജീവിതത്തിൽ നമ്മളെ പലതരത്തിൽ സഹായിക്കുന്നുണ്ട്, പക്ഷെ നമ്മളത് തിരിച്ചറിയുന്നില്ല. അപ്പോൾ നിത്യജീവിതത്തിൽ നമ്മൾ എവിടെയൊക്കെയാണ് കൊളോയിഡുകളെ ഉപയോഗിക്കുന്നത്? നമ്മൾ പെയിന്റിൽ, വീട്ടിലടിക്കുന്ന പെയിന്റ് ഇല്ലേ, അതിൽ ഉപയോഗിക്കുന്നുണ്ട്. ഡയാലിസിസ്, അതായത് കിഡ്നി പേഷ്യൻസ് ഒക്കെ ഹീമോഡയാലിസിസ് ചെയ്യാറുണ്ട്, അതിലും ഈ കൊളോയിഡ് കോൺസെപ്റ്റ് വരുന്നുണ്ട്. പിന്നെ ഡെൽറ്റ അറിയാമോ? അഴിമുഖം എന്ന് പറയും. അപ്പോൾ അവിടെയും കൊളോയിഡ് ഫോർമേഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളുടെ ഒരു രത്ന ചുരുക്കം എന്ന് പറയുന്നത്. ഇനി നമ്മൾ ആസിഡ് നിത്യജീവിതത്തിൽ എവിടെയൊക്കെയാണ് കാണുന്നതെന്ന് നോക്കാം. ആസിഡിനെ കുറിച്ച് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും അല്ലെ? ഇപ്പൊ നമ്മൾക്ക് പൊതുവേ ഉള്ള ഒരു മിഥ്യാധാരണയാണ് ആസിഡ് എന്ന് പറയുന്നത് ദേഹത്ത് വീണാൽ അങ്ങനെ പൊള്ളി ഇതാവുന്ന എന്തോ സാധനമാണെന്നുള്ളത്. ചില ആസിഡുകൾ അങ്ങനെയാണ്, അങ്ങനെ അല്ല എന്നല്ല. ചില ആസിഡുകൾ നമ്മുടെ ശരീരത്തിൽ വീണാൽ പൊള്ളി ആ സ്കിന്നിലുള്ള സകല വെള്ളവും വലിച്ചെടുത്ത് സ്കിന്നെ മാറുന്ന അവസ്ഥ നമുക്ക് കാണാം. പിന്നെ അതൊരു എന്താണ്, റീജുവനേറ്റ് ചെയ്യാന്നുള്ളത് പലപ്പോഴും സാധ്യമല്ല. നമ്മൾ ഒരുപാട് പ്ലാസ്റ്റിക് സർജറി അങ്ങനെയൊക്കെ ചെയ്താലും സ്കിന്ന് നമ്മുടെ പഴയ പോലെ ആവാനുള്ള ചാൻസസ് വളരെ കുറവാണ്. പക്ഷേ അതല്ലാതെ നമ്മൾക്ക് ഉപകാരികളായിട്ടുള്ള ആസിഡുകളും ഉണ്ട്. അങ്ങനെ ആസിഡുകൾ എവിടെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും? എസ്പെഷ്യലി നമ്മുടെ ഭക്ഷണത്തിൽ. അപ്പോ ഭയങ്കര ദേഹത്ത് വീണാലേ പൊള്ളുന്ന ഒരു സാധനമാണെങ്കിൽ നമുക്ക് ഭക്ഷണത്തിലൂടെ സേഫ് ആയിട്ട് അത് കഴിക്കാൻ പറ്റുമോ? ഇല്ല. ഭക്ഷണത്തിൽ എവിടെയാണ് നമുക്ക് പിന്നെ പറയാം കേട്ടോ. ആദ്യം ഞാൻ പറയാൻ പോകുന്നത് 2ാമത്തെ പോയിന്റ് ആണ്. അതായത് ജീവജാലങ്ങളുടെ ശരീരത്തിൽ സ്വയരക്ഷയ്ക്ക് വേണ്ടി ആസിഡ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. അതിനുള്ള 2 എക്സാമ്പിൾ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ചിത്രം ഉറുമ്പിന്റെ കടിയുമായിട്ട് ബന്ധപ്പെട്ടത് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഉദാഹരണം, ഉറുമ്പിന്റെ കടിയും കടന്നൽ കുത്തും. അതായത് ചിലതരം ഉറുമ്പുകൾ നമ്മളെ കടിച്ചാൽ നമുക്ക് ഭയങ്കര വേദന എടുക്കും അല്ലെ? നമ്മളെ മാവിലൊക്കെ കാണുന്ന പച്ചുറുമ്പ് കടിച്ചാൽ ഇത് എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? കാരണം എന്താന്ന് വെച്ചാല് ഉറുമ്പ് കടിക്കുമ്പോൾ അതിന്റെ ശരീരത്തിൽ നിന്ന് ഫോർമിക് ആസിഡ് നമ്മുടെ ശരീരത്തിലേക്ക് കയറുന്നതാണ് വേദനയ്ക്ക് കാരണമാവുന്നത്. ഫോർമിക് ആസിഡ് തൊലിപ്പുറത്ത് മുറിവ് വരുത്തുകയും അടയാളം ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു രാസവസ്തുവാണ്. കണ്ടോ, ഇതാണ് ഫോർമിക് ആസിഡ്. ഇതാണ് അതിന്റെ സ്ട്രക്ചർ, HC+OH. 5ാമത്തെ പാഠമായ കാർബണിക രസതന്ത്രത്തിൽ നിങ്ങൾ പഠിക്കും. COOH എന്നുള്ള ഫങ്ഷണൽ ഗ്രൂപ്പ് വരുന്നവയാണ് ആസിഡുകൾ എന്നുള്ളത്, കാർബോക്സിലിക് ആസിഡുകൾ എന്നുള്ളത്. ഇനി എങ്ങനെയാണ് ഈ ആന്റിസ്റ്റിങ്ങിനെ നേരിടുക? അതായത് ആന്റിസ്റ്റിങ് ഉദ്ദേശിക്കുന്ന ഉറുമ്പ് കടി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ബേക്കിംഗ് സോഡ എടുത്ത് പുരട്ടും. ഒരു ചിത്രമാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അതിന് പുറമെ നമ്മൾ കടന്നൽ കുത്തുന്ന കാര്യം കൂടി പറയുന്നുണ്ട്. അപ്പൊ ചില കടന്നലുകൾ കടിക്കുമ്പോൾ വിഷത്തിന് പുറമെ ചില ആസിഡുകളും കടിച്ച സ്ഥലത്ത് കയറിക്കൂടും. ഇത് നിർവീര്യമാക്കാൻ നാം എന്ത് ചെയ്യും? കടിച്ച സ്ഥലത്ത് ഉടൻ അല്പം ചുണ്ണാമ്പോ അപ്പക്കാരമോ ചേർക്കും. ഓക്കെ. ആസിഡുകൾക്ക് വിരുദ്ധമായ ഗുണങ്ങൾ കാണിക്കുന്ന വസ്തുക്കളായിരിക്കും അവ. അതുകൊണ്ടല്ലേ നമ്മൾ അവിടെ തേക്കുന്നത്. അതെ, അവയെ നമ്മൾ എന്ത് പേര് വിളിക്കും? ആൽക്കലികൾ അഥവാ ക്ഷാരം എന്ന് വിളിക്കും. നമ്മൾ ഇൻഡെക്സ് പേജിൽ കണ്ടില്ലേ ക്ഷാരം എന്നുള്ളത്. ഓക്കെ.
അപ്പൊ കുമ്മായ എന്ന് പറയുമ്പോൾ CaO, കാൽഷ്യം ഓക്സൈഡ്. അപ്പക്കാരം എന്ന് പറയുമ്പോൾ NaHCO3. ബേക്കിംഗ് പൗഡർ എന്നും അതിനെ വിളിക്കും. അപ്പൊ ഇവ രണ്ടുമാണ് നമ്മൾ വേദന ശമിക്കാൻ വേണ്ടി തേക്കുന്നത്. ഓക്കെ, ഇനി ഭക്ഷണത്തിലുണ്ട് എന്ന് പറഞ്ഞില്ലേ? ഭക്ഷണത്തില് എവിടെയാണ് കാണുന്നത്? സിട്രസ് ഫ്രൂട്ട്സിൽ കാണുന്നതാണ് സിട്രിക് ആസിഡ്. സിട്രസ് ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ പെടും? ചെറുനാരക പെടും, ഓറഞ്ച് പെടും. ഓക്കെ, അതുപോലെയൊക്കെയുള്ള ഫ്രൂട്ട്സിൽ നമുക്ക് ഏത് ആസിഡ് കാണാൻ പറ്റും? സിട്രിക് ആസിഡ് കാണാൻ പറ്റും. സിട്രിക് ആസിഡിന്റെ സ്പെല്ലിംഗ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഭക്ഷണത്തിൽ കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതാണ് പുളി. നല്ല പുളിയിട്ട മീൻകറിയൊക്കെ നമ്മൾക്ക് ഇഷ്ടമാണല്ലേ? ഫേവറേറ്റ് ഡിഷസിൽ പെടുന്നതാണ് പുളി. പുളിയുടെ ഇംഗ്ലീഷ് എന്താ? ടാമറിൻഡ് അല്ലെ? അപ്പൊ ടാമറിൻഡിൽ കാണപ്പെടുന്നത് ടാർട്ടറിക് ആസിഡ്. ഓക്കെ, ഇനിയോ നമ്മുടെ തൈരിലും ഉണ്ട് ആസിഡ്. അത് ഏത് ആസിഡാ? ലാക്റ്റിക് ആസിഡ്. വിനാഗിരി ഒക്കെ ഉണ്ടല്ലോ, വിനാഗിരിയിൽ അടങ്ങിയിരിക്കുന്നത് അസറ്റിക് ആസിഡ്. ഓക്കെ, അപ്പൊ 4 ഇമ്പോർട്ടന്റ് ആസിഡുകളെ കുറിച്ചിട്ടും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. കോമൺ ആയിട്ട് നമുക്ക് ഇവിടെ പറയാൻ പറ്റുന്ന കാര്യം എന്താണ്? ആസിഡുകൾക്ക് എന്ത് രുചിയാണ്? പുളിയുടെ രുചി നമുക്കറിയാം. എന്താണ്? പുളി അല്ലെ? നാരങ്ങക്കാണെങ്കിലും ചെറുനാരങ്ങൊക്കെ ആണെങ്കിലും ഇങ്ങനെ പുളിപ്പുണ്ട് അല്ലെ? അപ്പൊ നമുക്ക് പറയാൻ പറ്റും ആസിഡുകൾക്ക് പുളി രസമാണ്. ഇനി ആൽക്കലികൾക്ക് എന്ത് രസമാണെന്ന് അറിയോ? ആൽക്കലികൾക്ക് കയ്പ് രുചിയാണ്. അപ്പോൾ ആസിഡുകളും ആൽക്കലികളും തമ്മിലുള്ള ഒരു ഡിഫറൻസ് കൂടി കിട്ടിയില്ലേ? ആദ്യത്തെ ഡിഫറൻസ് എന്തായിരുന്നു? നിർവചന പ്രകാരമുള്ളത്. ആസിഡുകൾ ജലത്തിൽ H+ അയോണുകളെ സ്വതന്ത്രമാക്കുന്നു, ആൽക്കലികൾ ജലത്തിൽ OH- അയോണുകളെ സ്വതന്ത്രമാക്കുന്നു. രണ്ടാമത്തെ ഡിഫറൻസ് അവയുടെ രുചിയെ ബേസ് ചെയ്തിട്ടാണ്. ആസിഡുകൾക്ക് പുളി രുചിയാണ്, ആൽക്കലികൾക്ക് കയ്പ് രുചിയാണ്. ആസിഡുകളെ കുറിച്ച് 53ാമത്തെ പേജിൽ ഇനി പറഞ്ഞിട്ടുള്ള കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഏകബേസിക് ആസിഡ്, ബഹുബേസിക് ആസിഡ് എന്നുള്ളതാണ്. ഇത് എക്സാമിന് ഞങ്ങൾ ചോദിച്ചു കാണാറില്ല, അതുകൊണ്ട് ഞാൻ അത്ര ഡീപ്പായിട്ട് പോകുന്നില്ല. ആക്ച്വലി മോണോബേസിക് ആസിഡ് ആ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് കുറച്ചുകൂടി ഡീപ്പർ ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ്. അതിവിടെ പറയേണ്ട കാര്യമില്ല. ജസ്റ്റ് എക്സാമ്പിൾസ് മാത്രം പറഞ്ഞു പോവാം. ജസ്റ്റ് ഒരു സെന്റൻസ് മാത്രം ഞാൻ പറയാം. എന്തിനാണ് ഏകബേസിക് ആസിഡ് എന്ന് പറയുന്നത്? ഇത്തരം ആസിഡുകളിൽ ഒരു ആസിഡിക് ഹൈഡ്രജൻ ആറ്റം മാത്രം അടങ്ങിയിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു റീപ്ലേസബിൾ ഹൈഡ്രജൻ ആറ്റം മാത്രം അടങ്ങിയിരിക്കുന്നു എന്നാണ് നമ്മൾ ഡെഫിനേഷൻ ആയിട്ട് പറയാറ്. HNO3 ഇത് ഏത് ആസിഡാണ്? നൈട്രിക് ആസിഡ്. ഇതിൽ നിങ്ങൾക്ക് എന്തൊക്കെ കാണാൻ സാധിക്കും? ഒരു ഹൈഡ്രജൻ ആറ്റം ഉണ്ട്, H എന്ന പ്രതീകം അതിനെ സൂചിപ്പിക്കുന്നു. N എന്ന പ്രതീകം നൈട്രജനെ സൂചിപ്പിക്കുന്നു. O എന്ന പ്രതീകം ഓക്സിജനെ സൂചിപ്പിക്കുന്നു. അപ്പൊ ഇവിടെ ഒരു ഹൈഡ്രജൻ മാത്രമാണ് റീപ്ലേസബിൾ ആവാനായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. അതുകൊണ്ട് അത് ഏകബേസിക് ആസിഡിന്റെ എക്സാമ്പിൾ. അതുപോലെ തന്നെ HCl. അപ്പൊ ഇവിടെ തെറ്റിപ്പോരുത്. സി കണ്ടപാട് ഇത് കാർബൺ ആണെന്ന് വിചാരിക്കരുത്. ഈ ഒരു ക്യാപിറ്റൽ സിയുടെ തൊട്ടടുത്തായിട്ട് തന്നെ സ്മോൾ എല്ലും കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ക്ലോറിൻ എന്നുള്ള എലമെന്റിനെ സൂചിപ്പിക്കുന്നതാണ്. അപ്പൊ ഹൈഡ്രജനും ക്ലോറിനും അടങ്ങിയതാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. അപ്പൊ ഒറ്റൊരു ഹൈഡ്രജൻ ആറ്റം ഉള്ളത് കൊണ്ട് ഒരേ ഒരു റീപ്ലേസബിൾ ഹൈഡ്രജനെ അവൈലബിൾ ആയിട്ടുള്ളൂ. അതുകൊണ്ട് അത് ഏകബേസിക് ആസിഡിന്റെ എക്സാമ്പിൾ. ഇനി നെക്സ്റ്റ് ബഹുബേസിക് ആസിഡ് എന്താണെന്ന് നോക്കാം. ബഹുബേസിക് ആസിഡ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒന്നിൽ കൂടുതൽ റീപ്ലേസബിൾ ഹൈഡ്രജൻ ആ ഒരു ആസിഡിന്റെ സ്ട്രക്ചറിൽ ഉണ്ടായിരിക്കണം. അപ്പൊ ആദ്യത്തെ എക്സാമ്പിൾ H2SO4. H2SO4ല് എസ് എന്തിനെ സൂചിപ്പിക്കുന്നു? സൾഫറിനെ. ബാക്കി എച്ചും ഓയും ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. ഇത് സൾഫ്യൂരിക് ആസിഡിന്റെ രാസസൂത്രമാണ്. ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും 2 ഹൈഡ്രജൻ ആറ്റം അവൈലബിൾ ആണ്, റീപ്ലേസ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ ദ്വിബേസിക ആസിഡിന്റെ കൂട്ടത്തിൽ പെടുത്തും. അപ്പൊ ബഹുബേസികത്തിന്റെ കീഴിൽ തന്നെയാണ് ദ്വിബേസികവും ത്രിബേസികവും ഒക്കെ വരുന്നത്. ഓക്കെ, അപ്പൊ ത്രിബേസിക് ആസിഡിന്റെ എക്സാമ്പിൾ ആണ് H3PO4. പി എന്തിനെ സൂചിപ്പിക്കുന്നു? ഫോസ്ഫറസിനെ. ഫോസ്ഫോറിക് ആസിഡ് എന്നാണ് ഇതിന്റെ പേര്. വീര്യമേറിയ അമ്ലങ്ങളും ദുർബല അമ്ലങ്ങളും. സ്ട്രോങ് ആസിഡ്സ്, വീക്ക് ആസിഡ്സ്. അപ്പൊ വീര്യമേറിയ അമ്ലങ്ങളുടെ ഉദാഹരണം എന്താണ്? H2SO4 നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ പറഞ്ഞതേ ഉള്ളൂ അല്ലെ? എന്താണ്? സൾഫ്യൂരിക് ആസിഡ്. അതുപോലെ HCl എന്താണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ്. അപ്പൊ സ്ട്രോങ് അല്ലെങ്കിൽ വീര്യമേറിയിട്ടുള്ള അമ്ലങ്ങളാണ് H2SO4ഉം HClഉം, സൾഫ്യൂരിക് ആസിഡും ഹൈഡ്രോക്ലോറിക് ആസിഡും. ഇനി ദുർബല അമ്ലങ്ങളുടെ എക്സാമ്പിൾ ആണെങ്കിലോ CH3COOH. ഓക്കെ, അതായത് ഏത് ആസിഡാ ഇത്? അസറ്റിക് ആസിഡ്. നമ്മൾ വിനാഗിരിയിലുണ്ട് പറഞ്ഞില്ലേ, ആ ആസിഡ്. ഓക്കെ, അപ്പൊ ഇതൊരു കാർബോക്സിലിക് ആസിഡ് ആണ്, ഓർഗാനിക് ആസിഡ് ആണ്. ബാക്കി ഇതൊക്കെയോ? H2SO4 HCl മിനറൽ ആസിഡ് അല്ലെങ്കിൽ ഇനോർഗാനിക് ആസിഡ് എന്ന് നമ്മൾ പറയും. CH3COOH എന്തുകൊണ്ടാണ് ഓർഗാനിക് ആസിഡ് ആയത്? കാരണം കാർബണും ഹൈഡ്രജനും അടങ്ങിയിട്ടുണ്ട്. കാർബണിനും ഹൈഡ്രജനും അടക്കം ബോണ്ടും ഉണ്ട്. അങ്ങനെയുള്ളവയൊക്കെയല്ലേ നമ്മൾ ഓർഗാനിക് കോമ്പൗണ്ടുകൾ എന്ന് പറയുന്നത്. കാർബണിക രസതന്ത്രം എന്ന ചാപ്റ്റർ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് ഒന്ന് പോയി നിങ്ങൾ കാണുക. അഥവാ ഡൗട്ട് വരുന്നുണ്ട് എന്താണ് കാർബണിക സംയുക്തങ്ങൾ എന്നുള്ളത്. ഇനി H3PO4 അതേതാണ്? നമ്മൾ നേരത്തെ പറഞ്ഞ ഫോസ്ഫോറിക് ആസിഡ്. ഇതും ദുർബല അമ്ലങ്ങളുടെ കൂട്ടത്തിൽ പെടുന്നതാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ക്ഷാരങ്ങളെ കുറിച്ച്. ആസിഡുകളെ കുറിച്ച് മാത്രം പറഞ്ഞാൽ മതിയോ? പോരാ അല്ലെ? ക്ഷാരങ്ങളുടെ എക്സാമ്പിൾ എന്താ? സോഡിയം ഹൈഡ്രോക്സൈഡ്. രാസസൂത്രം NaOH. Na എന്ന് പറയുന്നത് സോഡിയം എന്ന മൂലകത്തിന്റെ പ്രതീകമാണ്. O ഏതാണെന്ന് നിങ്ങൾക്കറിയാം, H ഏതാണെന്ന് നിങ്ങൾക്കറിയാം. ഓക്കെ, അമോണിയ
NH3, അതായത് നൈട്രജനും ഹൈഡ്രജനും അടങ്ങിയിട്ടുള്ള സംയുക്തമാണ്. അപ്പൊ ക്ഷാരങ്ങളുടെ ഉദാഹരണം ചോദിച്ചാൽ എഴുതാൻ അറിയണം. പിന്നെ ആസിഡൊക്കെ നമ്മൾ പിന്നെയും കേട്ടിട്ടുണ്ടാവും തോന്നുന്നു, അല്ലെങ്കിൽ പത്രങ്ങളിൽ വായിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇപ്പോൾ റബ്ബർ കൃഷിയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ അവർക്ക് അറിയുന്നുണ്ടാവും. പക്ഷെ ക്ഷാരങ്ങളുടെ പേരറിയാനുള്ള സാധ്യത ഒന്നുകൂടെ കുറവാണ്. അപ്പൊ നിങ്ങൾക്ക് കേട്ട് പരിചയമില്ലാത്തതുകൊണ്ട് ഒന്നുകൂടെ സ്ട്രെസ് ചെയ്ത് പഠിക്കുക. സോഡിയം ഹൈഡ്രോക്സൈഡ് അമോണിയ. ഇനി നെക്സ്റ്റ് ടോപ്പിക് വരുന്നത് സൂചകം, അതായത് ഇൻഡിക്കേറ്റർ. ലിറ്റ്മസ് പേപ്പർ ഒരു സൂചകം അഥവാ ഇൻഡിക്കേറ്റർ ആണ്. എവിടെ ഉപയോഗിക്കുന്നത്? ഇവ ആസിഡിലും ആൽക്കലികളിലും വിവിധ നിറം കാണിക്കുന്നു. അപ്പൊ മനസ്സിലായോ അവയുടെ ഉപയോഗം? നമുക്കൊരു ലായനി ആരെങ്കിലും തന്നിട്ട് ഇത് ആസിഡ് ആണോ ബേസ് ആണോ എന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾക്ക് ആരുടെ സഹായം തേടാം? ലിറ്റ്മസ് പേപ്പറിന്റെ സഹായം തേടാം. ലിറ്റ്മസ് പേപ്പർ പൊതുവെ 2 കളറിലുള്ളതാണ് നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, ഒന്ന് റെഡ് ലിറ്റ്മസ് പേപ്പർ, മറ്റേത് ബ്ലൂ ലിറ്റ്മസ് പേപ്പർ. പക്ഷെ പേര് പറയുന്നത് ഭയങ്കര റെഡ് അല്ല. ഇവിടെ നിങ്ങൾ കണ്ടോ മോളില്? അപ്പൊ ഈ ഒരു പിങ്കിഷ് അല്ലെങ്കിൽ ഒരു ഭയങ്കര ലൈറ്റ് റെഡ്, അങ്ങനെയുള്ള ഒരു ഷെയ്ഡിലാണ് റെഡ് ലിറ്റ്മസ് പേപ്പർ ഉണ്ടാവുക. അല്ലാതെ നമ്മൾ ഈ ആംബുലൻസ് ലൈറ്റിന്റെ ഒക്കെ റെഡ് പോലത്തെ ആ ഒരു റെഡ് അല്ല, ഈ ഒരു ഷെയ്ഡിലാണ് റെഡ് ലിറ്റ്മസ് പേപ്പർ ഉണ്ടാവുക. അപ്പൊ നമ്മളൊരു ബീക്കറിൽ ഒരു ബേസ് സൊല്യൂഷൻ എടുത്തു വിചാരിക്കുക. ബേസ് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ സോഡിയം ഹൈഡ്രോക്സൈഡ്, അത് എന്താണ്? വെള്ളത്തിൽ അലിയിച്ചതാവണം. അപ്പൊ നിങ്ങൾക്ക് ചോദിക്കാം, എന്തുകൊണ്ടാണ് വെള്ളത്തിൽ അലിയിക്കാത്ത എന്തെങ്കിലും ഒരു ബേസ് എടുത്താൽ നമുക്ക് കളർ ചേഞ്ച് ഉണ്ടാവാത്തത്? കാരണം വെള്ളത്തിൽ അലിയിച്ചാൽ മാത്രമേ OH- അയോണിനൊക്കെ പുറപ്പെടുവിക്കുകയുള്ളൂ ബേസുകൾ. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു അയോണീകരണം നടന്നാൽ മാത്രമേ നമുക്ക് ഈ കളർ ചേഞ്ചുകൾ ഡിറ്റക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, മനസ്സിലാക്കേണ്ട ആദ്യത്തെ കാര്യം, ചുവപ്പ് ലിറ്റ്മസ് എന്ന സൂചകമാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു ആൽക്കലി ലായനിയിൽ അത് മുക്കിയാൽ ചുവപ്പ് കളർ മാറി നീലയാവും. കണ്ടോ? ഈ മുക്കിയ പോർഷൻ എന്തായിട്ട് മാറി? നീല കളറായിട്ട് മാറി. ഇനി നമ്മളൊരു ബ്ലൂ ലിറ്റ്മസ് പേപ്പർ എടുക്കാന്ന് വിചാരിച്ചോ. അപ്പൊ ബ്ലൂ ലിറ്റ്മസ് പേപ്പർ എന്ന് പറയുമ്പോൾ ഇതായിരിക്കും അതിന്റെ ഒറിജിനൽ കളർ. അതും ആകാശ നീലയൊന്നുമല്ല, ഒരു വയലറ്റ് ഷെയ്ഡൊക്കെ വരുന്ന അങ്ങനത്തെ ഒരു ബ്ലൂ കളറാണ് ഒറിജിനൽ ബ്ലൂ ലിറ്റ്മസ് പേപ്പർ എന്ന് പറയുമ്പോൾ. അപ്പോൾ അത് എടുത്ത് നമ്മളൊരു ആസിഡ് ലായനിയിൽ ഇങ്ങനെ ഒന്ന് ഡിപ്പ് ചെയ്താൽ അതെന്തായിട്ട് മാറും? ഈ ഒരു റെഡ് കളർ, പറഞ്ഞില്ലേ ഭയങ്കര അടിക്കുന്ന റെഡ് കളർ ഒന്നുമല്ല, പക്ഷെ ഒരു പിങ്ക് ഷെയ്ഡുള്ള ഒരു റെഡ് കളർ. അതായത് നമുക്ക് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് കാണാൻ പറ്റും, അത്രയല്ലേ നമുക്ക് വേണ്ടുള്ളൂ. അപ്പൊ ബ്ലൂ ലിറ്റ്മസ് പേപ്പർ എടുത്ത് ആസിഡ് ലായനിയിൽ മുക്കിയാൽ ബ്ലൂ ടു റെഡ് കളർ ചേഞ്ച് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് സംശയം വരാം, നമ്മള് ബ്ലൂ ലിറ്റ്മസ് പേപ്പർ എടുത്ത് പിന്നെ ബേസിൽ മുക്കുകയാണെങ്കിലോ? അപ്പൊ ഒരു കളർ ചേഞ്ചും ഉണ്ടാവില്ല, ആ നീല കളർ തന്നെ റീറ്റെയിൻ ആയിക്കോളും. ഓക്കെ, അപ്പൊ നിങ്ങൾ പഠിക്കേണ്ടത്, നീല ലിറ്റ്മസ് ഒരു ആസിഡ് ലായനിയിൽ മുക്കിയാൽ നീല ചുവപ്പായിട്ട് മാറും. ചുവപ്പ് ലിറ്റ്മസ് പേപ്പർ ക്ഷാരത്തിൽ മുക്കിയാൽ ചുവപ്പ് നീലയായിട്ട് മാറും. അത് മാത്രം നിങ്ങൾ മെയിൻ ആയിട്ട് പഠിച്ചാൽ മതി. കുറെ പഠിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ ആവട്ടെ. ഓക്കെ, പിന്നെ ഒരു സൂചകത്തിന്റെ കൂടി കാര്യം പറഞ്ഞിട്ടുള്ളത് മീഥൈൽ ഓറഞ്ചിന്റെ ആണ് കേട്ടോ. അപ്പൊ മീഥൈൽ ഓറഞ്ച് എന്ന സൂചകം ആസിഡിൽ എന്ത് കളറാ തരിക? ഓറഞ്ച് ചുമപ്പ് നിറം. ഓക്കെ, അതുപോലെ ആൽക്കലിയിൽ മീഥൈൽ ഓറഞ്ച് ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് മഞ്ഞ കളറുമാണ് കാണിക്കുക. ഓക്കെ, ഈ നിറം മാറുന്ന ഘട്ടത്തെ നമ്മൾ ന്യൂട്രലൈസേഷൻ പോയിന്റ് എന്നൊക്കെ വിളിക്കാറുണ്ട്. ഓക്കെ, അതത്ര ഇമ്പോർട്ടന്റ് ഒന്നുമല്ല. നമ്മൾ കഴിഞ്ഞ കുറച്ച് സ്ലൈഡുകളിലായിട്ട് പറഞ്ഞത് ഭയങ്കര ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ. പിന്നെ കുറെ ഫോർമുലകളും കുറെ ക്ലാസിഫിക്കേഷനുകളും ഒക്കെ ചെറുതായിട്ട് നിങ്ങൾക്കൊന്ന് ബോറടിച്ച് തുടങ്ങിയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഞാനൊന്ന് റൂട്ട് മാറ്റി പിടിക്കാന് ഇനി നമ്മൾ ഡെയിലി ലൈഫായിട്ട് ബന്ധപ്പെടുത്തി ഒരു കെമിക്കൽ ഒബ്സർവേഷനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. നമ്മളെല്ലാവരും ഒരിക്കലെങ്കിലും ഈ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവുന്ന ഉറപ്പാണ്. അപ്പൊ നമ്മൾ കൂടുതൽ വളച്ചിട്ടില്ലാതെ കാര്യത്തിലോട്ട് കിടക്കാം. നമ്മുടെ വീട്ടിലൊക്കെ പഴയ പിച്ചള പാത്രങ്ങളൊക്കെ ഉണ്ടായിരിക്കും അല്ലെ. അതുപോലെ തന്നെ ഓട്ടുവിളക്കുകൾ ഉണ്ടായിരിക്കും അല്ലെ. ഓട് എന്ന് പറയുന്നത് 2 ലോഹങ്ങൾ കൊണ്ടുള്ള ലോഹസങ്കരത്തിനെയാണ് നമ്മൾ മലയാളത്തിൽ ഓട് അല്ലെങ്കിൽ വെങ്കലം എന്ന് പറയുക. അതിന് നമ്മൾ ഇംഗ്ലീഷിൽ ബ്രോൺസ് എന്നും പറയും. അപ്പൊ ബ്രോൺസ് എന്ന് പറയുന്നത് കോപ്പർ, ടിൻ എന്നീ 2 ലോഹങ്ങളുടെ ലോഹസങ്കരമാണ്. പഴയ പിച്ചള പാത്രങ്ങൾക്കും ഓട്ടുവിളക്കുകൾക്കും ഒക്കെ കാലപ്പഴക്കത്തിൽ അതിന്റെ തിളക്കം നഷ്ടപ്പെടുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. ലോഹസങ്കരങ്ങളിലെ കോപ്പർ വായുവുമായി പ്രതിപ്രവർത്തിച്ച് ചില രാസസംയുക്തങ്ങൾ ഈ ഓടിന്റെയും പിച്ചളയുടെയും ഒക്കെ പ്രതലത്തിൽ രൂപപ്പെടുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു മങ്ങൽ ഉണ്ടാവുന്നത്. അപ്പോ നമ്മൾ കൊളോക്കിയലായിട്ട് നാട്ടുമ്പുറങ്ങളിലൊക്കെ ഇതിന് എന്താ പറയാ? ക്ലാവ് ഒടിച്ചു പറയും അല്ലെ. അപ്പൊ ഈ ക്ലാവ് എന്താണെന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഇവിടെ ഒരു റിയാക്ഷൻ കണ്ടോ? കോപ്പർ പ്ലസ് ഓക്സിജൻ എന്താണ് തരുന്നത്? കോപ്പർ ഓക്സൈഡ്. അതായത് കോപ്പറും അന്തരീക്ഷത്തിലെ ഓക്സിജനും ചേരുമ്പോൾ കോപ്പർ ഓക്സൈഡ് രൂപപ്പെടുന്നു. ഇനി ഇത് അന്തരീക്ഷത്തിലെ തന്നെ ജലബാഷ്പം എന്ന് പറയുമ്പോൾ ജലം എങ്ങനെയാണ് അന്തരീക്ഷത്തിൽ കാണപ്പെടുന്നത്? വാട്ടർ വേപ്പർ അല്ലെങ്കിൽ മോയിസ്ചർ ആയിട്ടാണ് കാണപ്പെടുന്നത്. അപ്പോൾ അതുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്താ ഫോം ചെയ്യുന്നത്? കോപ്പർ ഹൈഡ്രോക്സൈഡ്. ഓക്കെ, ഇനി കാർബൺ ഡയോക്സൈഡുമായിട്ട് പ്രതിപ്രവർത്തിച്ചിട്ടാകുമ്പോൾ എന്താ കിട്ടുന്നത്? കോപ്പർ കാർബണേറ്റ്. അപ്പോൾ ഈ കോപ്പർ ഹൈഡ്രോക്സൈഡിന്റെയും കോപ്പർ കാർബണേറ്റിന്റെയും മിശ്രിതത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ക്ലാവ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇപ്പൊ ക്ലാവ് എന്താണെന്ന് മനസ്സിലായി. ഇനി ഈ ക്ലാവ് പിടിച്ചു പോയാൽ എങ്ങനെ നമ്മുടെ പിച്ചള പാത്രങ്ങൾക്കും ഓട്ടുവിളക്കുകൾക്കും ഒക്കെ അതിന്റെ ഒറിജിനൽ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള തിളക്കം വീണ്ടെടുക്കാൻ വേണ്ടി സാധിക്കും എന്ന് നോക്കാം. അപ്പം പണ്ടുള്ളവർക്കൊക്കെ ഇതിനൊരു സൂത്രവിദ്യ അറിയായിരുന്നു, ഒരു നാടൻ രീതി ഉണ്ടായിരുന്നു. ഓക്കെ, എന്താ ചെയ്യാ? അല്പം പുളിയും ഉപ്പും
ചേർത്ത് പാത്രത്തിന്റെയും വിളക്കിന്റെയും ഒക്കെ പ്രതലം ഇങ്ങനെ അമർത്തി തുടച്ചു കൊടുക്കും. അപ്പൊ എന്താവും? പതുക്കെ പതുക്കെ തിളക്കം വർദ്ധിച്ച് അത് പുതിയതായിട്ട് വാങ്ങിയതുപോലെ ആവും ചെയ്യും. ഓക്കെ, ഇനി ഈ പുളിക്ക് പകരം അല്പം വിനാഗിരി ചേർത്താലും മതി. അപ്പൊ നിങ്ങൾ ഒന്ന് ആലോചിച്ച് എന്തുകൊണ്ടായിരിക്കും ഇവ ഉപയോഗിക്കുന്നത്? നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. പുളി അഥവാ ടാമറിൻഡിൽ എന്താ ഉള്ളത്? ടാർട്ടറിക് ആസിഡ്. അതുപോലെ വിനാഗിരിയിൽ എന്താ ഉള്ളത്? അസറ്റിക് ആസിഡ്. ഓക്കെ, ആസിഡുകൾ ഏതാണെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ലെങ്കിലും ആസിഡ് അടങ്ങിയവയാണ് ഇവ രണ്ടും എന്നൊരു ധാരണയുണ്ടല്ലോ, അല്ലെ? അപ്പോ ഇവ രണ്ടും, പുളിയാണെങ്കിലും വിനാഗിരി ആണെങ്കിലും ഉപ്പ് അഥവാ സോഡിയം ക്ലോറൈഡ് എന്ന ലവണത്തിന്റെ സാന്നിധ്യത്തിൽ എന്ത് ചെയ്യും? കോപ്പർ സംയുക്തങ്ങളെ, അതായത് ഈ സംയുക്തങ്ങളെ ഒക്കെ എന്താക്കും? തിരിച്ച് ലോഹരൂപത്തിലുള്ള കോപ്പർ. ഓക്കെ, അങ്ങനെ ലോഹങ്ങൾക്ക് പൊതുവെ ഉള്ള പ്രത്യേകതയാണ് അവയ്ക്ക് നല്ല തിളക്കമായിരിക്കും എന്നുള്ളത്. അപ്പൊ സംയുക്തത്തിൽ നിന്ന് ലോഹത്തിലേക്ക് തിരിച്ചു പോകുമ്പോൾ അവയുടെ തിളക്കവും തിരിച്ചു കിട്ടും. രസകരമായിട്ടുള്ള ഒരു പരീക്ഷണമാണ് നമ്മുടെയൊക്കെ വീട്ടിലുള്ള കോഴിമുട്ടയില്ലേ? കോഴിമുട്ട വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ വീട്ടിലെ കുട്ടികളൊക്കെ ഇങ്ങനെ മാജിക് ട്രിക്ക് എന്ന് പറഞ്ഞിട്ട് പറ്റിക്കാനും പറ്റും ഈ പരീക്ഷണം ഉപയോഗിച്ചിട്ട്. ഓക്കെ, അപ്പൊ 55-ാമത്തെ പേജിൽ ഒരു ബോക്സിലാണ് ഇത് കൊടുത്തിട്ടുള്ളത്. ഇതിന് എന്തൊക്കെയാ വേണ്ടത്? അധികം സാധന സാമഗ്രികളൊന്നും വേണ്ട. അതൊക്കെ വേണ്ടത് എന്താ? ഇങ്ങനെ ഒരു ട്രാൻസ്പാരന്റ് ഗ്ലാസ് എടുക്കുക. അപ്പൊ നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പത്തിന്. ഓക്കെ, ഇങ്ങനെ ട്രാൻസ്പാരന്റ് ഗ്ലാസ് എടുത്തിട്ട് അത് വിനാഗിരി ഒഴിച്ചു വെക്കുക. എന്നിട്ട് ഒരു കോഴിമുട്ട എടുക്കുക, അതിന് ആ വിനാഗിരിയിൽ ഇടുക. എന്നിട്ട് എന്താ ചെയ്യണ്ടേ? അതിനവിടെ വിടുക. എന്നിട്ട് ഒരു 24 മണിക്കൂർ കഴിഞ്ഞ് ഒന്ന് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ഫോട്ടോയിൽ കാണാൻ സാധിക്കും. ഇതിലാണെങ്കിൽ മുട്ട തോടോടുകൂടിയ നിലയിലാണ് മുട്ടയുള്ളത്. പക്ഷെ 24 മണിക്കൂർ കഴിഞ്ഞ് നോക്കുമ്പോഴേക്കും കുറെ കുമിളകൾ നിങ്ങൾക്ക് ഈ മുട്ടയുടെ പ്രതലത്തിൽ കാണാൻ വേണ്ടി സാധിക്കും. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു 48 മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും നോക്കുക. അപ്പോ ഇതാ അത്ഭുതം, മുട്ട തോടേയില്ല. പകരം ഇങ്ങനെ ഒരു ഇത് എന്താ പറയാ, ഭയങ്കര ഒരു ആ മുട്ടത്തോടൊക്കെ അലിഞ്ഞ് അതിന്റെ ഉള്ളിലുള്ള ഒരു മഞ്ഞ കളർ ഉണ്ടല്ലോ, അങ്ങനെ ഒരു റബ്ബർ പോലെയുള്ള അങ്ങനെയുള്ള ഒരു അവസ്ഥയിലായിരിക്കും മുട്ടേനെ കാണാൻ വേണ്ടി സാധിക്കുക. ഓക്കെ, അപ്പൊ ഇവിടെ ശരിക്കും എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, മുട്ടത്തോടിലുള്ള പ്രധാന പദാർത്ഥം എന്ന് പറയുന്നത് കാൽസ്യം കാർബണേറ്റ് ആണ്. അപ്പോ വിനാഗിരി അഥവാ അസറ്റിക് അമ്ലവുമായിട്ട് ഇത് പ്രതിപ്രവർത്തിച്ചിട്ട് എന്ത് ചെയ്യും? കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തുവിടും. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡിന്റെ കുമിളകളാണ് ഈ മുട്ടയുടെ പ്രതലത്തിൽ ഉയർന്നു വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ മുട്ടയുടെ കട്ടിത്തോട് പതിയെ പതിയെ അലിഞ്ഞ് ഇല്ലാതാകുമ്പോൾ രൂപപ്പെടുന്ന കാൽസ്യം അസറ്റേറ്റ് വിനാഗിരിയിൽ ഇങ്ങനെ ലയിച്ച് കിടക്കും. മുട്ടത്തോടിന്റെ ഉൾവശത്തോട് ചേർന്നുള്ള ചെറിയ പാട ഒരു റബ്ബർ പാളിയുടെ, അല്ലെ, അത് കാണുമ്പോൾ തന്നെ നമുക്ക് അങ്ങനെ ഒരു തോന്നലുണ്ട്, റബ്ബർ പാളിയുടെ സ്വഭാവം കൈവരിക്കും. അപ്പൊ നമ്മൾ മുട്ടേനെ പതിയെ ഒരു പ്രതലത്തിലോട്ട് ഇട്ടാൽ അത് പൊട്ടുമില്ല, മാത്രമല്ല ഇങ്ങനെ മുകളിലോട്ട് കുതിക്കുകയും ചെയ്യും. ഓക്കെ, അത് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ, ഇതാണ് ഒരു എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതേ പരീക്ഷണം വേറൊരു രീതിയിൽ ചെയ്യാം. എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ വേറൊരു കോഴിമുട്ട എടുക്കുക, മുട്ടത്തോടോട് കൂടിയ കോഴിമുട്ട. എന്നിട്ട് ഈ മുട്ടത്തോടിന്റെ മേലെ എന്ത് വരുത്താന്നറിയോ? നമ്മുടെ വീട്ടിലൊക്കെ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ടൂത്ത് പേസ്റ്റ്, ഏത് ബ്രാൻഡിന്റെ ആയാലും കുഴപ്പമില്ല, ആ ടൂത്ത് പേസ്റ്റ് എടുത്തിട്ട് അതിന്റെ പ്രതലത്തിൽ പുരട്ടി ഇങ്ങനെ ഒരാഴ്ച വെക്കുക. എന്നിട്ട് വീണ്ടും ഇതേ പരീക്ഷണം ആവർത്തിക്കുക. അതായത് ടൂത്ത് പേസ്റ്റ് പ്രതലത്തിൽ പുരട്ടിയിട്ടുള്ള മുട്ട എടുത്ത് വിനാഗിരിയിൽ ഇടുക. എന്നിട്ട് 24 മണിക്കൂറിന് ശേഷം 48 മണിക്കൂറിന് ശേഷം ഒക്കെ അതൊന്ന് ഒബ്സർവ് ചെയ്ത് നോക്കാം. അപ്പൊ നമുക്കൊരു വ്യത്യാസം കാണാൻ സാധിക്കും. ആ വ്യത്യാസമാണ് ഇവിടെ പടമായിട്ട് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇത് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ മനസ്സിലാവും. ഇവിടെ മുട്ടത്തോട് അലിഞ്ഞു പോയിട്ടുണ്ടോ? ഡിസപ്പിയർ ആയിട്ടുണ്ടോ? ഇല്ല, കുറച്ച് അവിടെ ഇവിടെയൊക്കെ ആയി എന്നല്ലാതെ ഈ ഫസ്റ്റ് കേസിലെ പോലെ കംപ്ലീറ്റ് ആയിട്ട് മുട്ടത്തോട് അലിഞ്ഞു പോയിട്ടില്ല. അതെന്തുകൊണ്ടായിരിക്കും? നമ്മൾ ടൂത്ത് പേസ്റ്റ് പുരട്ടിയത് കൊണ്ട്. ടൂത്ത് പേസ്റ്റിൽ അപ്പൊ എന്ത് അടങ്ങിയിട്ടുണ്ടെന്ന് അറിയോ? നിങ്ങളിങ്ങനെ പരസ്യങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ഫ്ലൂറൈഡ്. ഓക്കെ, ഫ്ലൂറൈഡ്, കാൽഷ്യം, ഫോസ്ഫേറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ടൂത്ത് പേസ്റ്റിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഫ്ലൂറൈഡ് ഒക്കെ എന്ത് ചെയ്യുന്നറിയോ? വിനാഗിരി എന്ന് പറഞ്ഞാൽ ആസിഡ് ആയി നമ്മൾ പറഞ്ഞു. അപ്പോൾ ആ വിനാഗിരിയിൽ നിന്ന് മുട്ടത്തോടിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ഈ ടൂത്ത് പേസ്റ്റിലുള്ള ഫ്ലൂറൈഡും കാൽഷ്യം ഒക്കെ ചേർന്ന് ഫോം ചെയ്യുന്ന ഫ്ലൂറപ്പറ്റേറ്റ് എന്ന് പറഞ്ഞൊരു സാധനമൊക്കെ ഉണ്ട്. അപ്പം അത് ഒരു ആസിഡ് റെസിസ്റ്റന്റ് ബാരിയർ അല്ലെങ്കിൽ ഒരു ഷീൽഡ് അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ ബാരിയർ പോലെ ആക്ട് ചെയ്തിട്ട് ഈ മുട്ടത്തോടിനെ ആസിഡ് അറ്റാക്കിൽ നിന്ന് അതിങ്ങനെ രക്ഷിച്ചു നിർത്തും. അപ്പോൾ നമ്മൾ 24 മണിക്കൂറോ 48 മണിക്കൂർ കഴിഞ്ഞ് ഒബ്സർവ് ചെയ്താലും ആ മുട്ടത്തോട് അലിയാതെ ഇൻടാക്ട് ആയിട്ട് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അപ്പൊ അതൊരു നല്ലൊരു പരീക്ഷണമായിരുന്നു. ഇനി നമുക്ക് അടുത്ത സ്ലൈഡിലോട്ട് പോവാം. പി സ്കെയിൽ. ഓക്കെ, വിവിധ ആസിഡുകൾ അല്ലെങ്കിൽ ആൽക്കലികൾ തമ്മിൽ താരതമ്യം ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സങ്കേതം അല്ലെങ്കിൽ ഒരു യൂണിറ്റ് ആണ് pH സ്കെയിൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. pH സ്കെയില് കണ്ടുപിടിച്ചത് സോറൻസൺ എന്ന് പേരുള്ള ഒരു ശാസ്ത്രജ്ഞനാണ്. ഇത് ഏറ്റവും അധികം ഉപകാരപ്പെടുന്നത് ആർക്കാണെന്നറിയോ? കർഷകർക്കാണ്. ഓക്കെ, സോറൻസൺ. നിങ്ങൾക്ക് ഇവിടെ കുറെ കളറൊക്കെ കാണാൻ സാധിക്കും അല്ലെ? മാത്രമല്ല കുറെ അക്കങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇതെന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ പ്രസ്തുത സ്കെയിലിൽ 0 തൊട്ട് 14 വരെയുള്ള സംഖ്യകളാണ് ഉള്ളത്. ഇതിൽ ഏറ്റവും എക്സാക്ട് മിഡിലുള്ള 7 എന്ന സംഖ്യ എന്തിനെ സൂചിപ്പിക്കുന്നു?
ന്യൂട്രൽ ലൈനെ സൂചിപ്പിക്കുന്നു. അതായത് നമ്മുടെ ശുദ്ധമായ വെള്ളം, അതിന്റെ pH എപ്പോഴും 7 ആയിരിക്കും. ഓക്കെ, ഇനി 0 തൊട്ട് 7 വരെ ഉള്ളത് കണ്ടോ, അമ്ലഗുണത്തെ സൂചിപ്പിക്കുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങളൊരു എന്തെങ്കിലും ഒരു സാമ്പിൾ ആരെങ്കിലും നിങ്ങൾക്ക് തന്നിട്ട് pH നോക്കാൻ പറയാണ്. അപ്പൊ നിങ്ങൾ pH നോക്കുന്ന സമയത്ത് ഈ 0 തൊട്ട് 6 വരെ 6.5, 5, 6.8, അതായത് 7 കുറവായിരിക്കണമെന്നേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ഏത് വാല്യൂ വന്നാലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് അവരോട് പറയാം, നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ളത് അസിഡിക ലായനിയാണ്. 7 മുകളിൽ 14 വരെയുള്ളത് എന്തിനെ സൂചിപ്പിക്കുന്നു? ആൽക്കലൈൻ, അതായത് ക്ഷാരഗുണത്തെ സൂചിപ്പിക്കുന്നു. എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നത് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളത് കർഷകർക്കാണ്. പക്ഷെ എങ്ങനെയാണെന്ന് നമ്മൾ പറയാൻ മറന്നുപോയി. അപ്പൊ എന്താണ് കാര്യം? വിളകളുടെ തരം അനുസരിച്ചിട്ട് മണ്ണിന്റെ pH ചില്ലറ വ്യത്യാസങ്ങളൊക്കെ വരുത്തേണ്ടി വരും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? മണ്ണിന്റെ സോയിൽ സാമ്പിളിന്റെ pH ഫസ്റ്റ് കണ്ടുപിടിക്കും. എന്നിട്ട് അത് അസിഡിക് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അതിൽ കുമ്മായോ ചാരോ ഒക്കെ കലക്കി കൊടുത്ത് അതിന് pH കൂട്ടി ഒരു ഒപ്റ്റിമം റേഞ്ചിലോട്ട് ആക്കും. ഓക്കെ, ക്ഷാരമാണുള്ളതെങ്കിൽ അമ്ലഗുണമുള്ള വളങ്ങൾ ഇട്ട് കൊടുത്തിട്ട് അതിന്റെ pH കുറച്ചുകൂടെ കുറച്ച് ഒപ്റ്റിമം റേഞ്ചിലാക്കി കൊടുക്കും. അപ്പൊ നമുക്ക് ഏത് ചെടിയാണോ നമുക്ക് ആവശ്യം, ഏത് ഒപ്റ്റിമം റേഞ്ച് pH-ലാണോ ആവശ്യം, ആ ഒരു pH-ലോട്ട് മണ്ണിനെ മാറ്റിയിട്ട് നമുക്ക് ധൈര്യമായിട്ട് കൃഷി ചെയ്യാൻ സാധിക്കും. ഈ ഒരു സ്ലൈഡ് നിങ്ങൾക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം എല്ലാ വർഷവും അവര് നിർബന്ധമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, എന്താണ് നിർവീരീകരണ പ്രവർത്തനം. ഒന്നുകിൽ ഒരു ഡയറക്റ്റ് ആയിട്ട് ചോദിക്കും, അല്ലെങ്കിൽ ഇവിടെ ഒരു റിയാക്ഷൻ കണ്ടോ, അപ്പൊ അതിൽ ഏതെങ്കിലും അഭികാരകങ്ങളെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഉൽപ്പന്നങ്ങളെയോ കൊടുക്കാതെ അവിടെ ഡാഷ് ഇട്ടിട്ട് നിങ്ങളോട് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് പറയും. അങ്ങനെ ഏത് തരത്തിൽ വേണമെങ്കിലും ഈ ക്വസ്റ്റ്യൻ ചോദിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് നിർവീര്യമാകൽ അല്ലെങ്കിൽ നിർവീരീകരണ പ്രവർത്തനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ ടെക്സ്റ്റിലെ 59-ാമത്തെ പേജിലാണ് ഇത് കൊടുത്തിട്ടുള്ളത്. ഇവിടെ കണ്ടോ, HCl എന്ന് പറയുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ രാസസൂത്രമാണ്. അപ്പോൾ ഒരു ആസിഡ് ആണ് അഭികാരകങ്ങളിൽ ഒന്ന് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഇനിയോ NaOH എന്ന് പറയുന്നത് സോഡിയം ഹൈഡ്രോക്സൈഡിന്റെ രാസസൂത്രമാണ്. അപ്പോൾ അതെന്താണ്? ഒരു ബേസ് അല്ലെങ്കിൽ ഒരു ക്ഷാരം അല്ലെങ്കിൽ ഒരു ആൽക്കലിക്ക് എക്സാമ്പിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി, ഒരു ആസിഡും ആൽക്കലിയും തമ്മിൽ പ്രവർത്തിച്ച് അവയുടെ ഗുണങ്ങൾ പരസ്പരം ഇല്ലാതെയാകുന്ന രാസപ്രവർത്തനങ്ങളാണ് എന്ത്? നിർവീരീകരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് കിട്ടുന്ന ഉൽപ്പന്നങ്ങളോ, അതിൽ 2 ഉൽപ്പന്നങ്ങളാണ് നമുക്ക് കിട്ടുക. ആദ്യത്തെ ഉൽപ്പന്നം എന്താ? H2O എന്തിന്റെ രാസസൂത്രമാണ്? വാട്ടറിന്റെ, ജലത്തിന്റെ അല്ലെ. പിന്നെ രണ്ടാമത് കിട്ടുന്ന ഉൽപ്പന്നമാണ് NaCl എന്ന് പറയുന്നത് സോഡിയം ക്ലോറൈഡ്, നമ്മൾ വീടുകളിലൊക്കെ ഉപയോഗിക്കുന്ന കറിയുപ്പ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ HCl-ഉം NaOH-ഉം ആണ് എടുത്തത്. അതിന് പകരം ഏത് ആസിഡും ഏത് ബേസും തമ്മിൽ പരസ്പരം റിയാക്ട് ചെയ്താലും എന്താണ് ഉണ്ടാവുക? ജലവും പിന്നെ ഉപ്പല്ല, ഉപ്പ് എന്തിന് എക്സാമ്പിൾ ആണ്? ആണെന്ന് അറിയോ? ലവണത്തിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, അപ്പോൾ ഏത് ആസിഡും ഏത് ബേസും തമ്മിൽ റിയാക്ഷൻ നടന്നാലും കിട്ടുന്ന ഉൽപ്പന്നങ്ങള് ജലവും ലവണവും ആയിരിക്കും. ഓക്കെ, ലവണം എന്നുള്ള ടേം നമുക്കിനി ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ലവണം, ഇപ്പൊ ലവണത്തിന് എക്സാമ്പിൾ ആണ് സോഡിയം ക്ലോറൈഡ് അല്ലെ. അപ്പൊ ലവണം എന്ന് പറയുന്നത് വിദ്യുത് പരമായിട്ട് ന്യൂട്രൽ ആണ്. കാരണം അതിൽ തുല്യ അളവിൽ പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും തുല്യമായിട്ട് ആയിരിക്കും അടങ്ങിയിട്ടുണ്ടാവുക. ഓക്കെ, എന്നാൽ അയോണീകരണം എന്നൊരു പ്രോസസ് ഉണ്ട്. അയോണീകരണം എന്ന് വെച്ചാൽ എന്താണെന്നറിയോ? ലവണങ്ങൾ മെൽറ്റ് ചെയ്യുകയോ അതായത് ലവണങ്ങൾ ഉരുകുകയോ ജലത്തിൽ ലയിക്കുകയോ ചെയ്യുമ്പോൾ വിപരീത ചാർജുള്ള അയോണുകളായിട്ട് അവ മാറും. അതായത് പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും ഉള്ള അയോണുകളായിട്ട് അത് മാറും. ഈ പ്രക്രിയയാണ് അയോണീകരണം എന്ന് വിളിക്കുക. അപ്പൊ പോസിറ്റീവ് ചാർജുള്ള അയോണിനെ നമ്മൾ എന്ത് വിളിക്കും? കാറ്റയോൺ എന്ന് വിളിക്കും. നെഗറ്റീവ് ചാർജുള്ള അയോണിനെ നമ്മൾ എന്ത് വിളിക്കും? ആനയോൺ എന്നും വിളിക്കും. ഓക്കെ, അപ്പോൾ ഈ സോഡിയം ക്ലോറൈഡിന്റെ കേസിൽ കാറ്റയോൺ ഏതാ? Na+, ആനയോൺ ഏതാ? Cl-. ഇനി നമ്മൾക്ക് പേജ് നമ്പർ 59-ലെ ഒരു പഠന പ്രവർത്തനം നോക്കിയാലോ? പരിചിതമായ ചില ലവണങ്ങളുടെ രാസസൂത്രത്തിൽ നിന്ന് അവ ഉണ്ടാകാൻ കാരണമായ ആസിഡുകളും ആൽക്കലികളും ചേർത്ത് പട്ടിക തയ്യാറാക്കുക. ആദ്യത്തെ ലവണത്തിന്റെ പേര് പൊട്ടാസ്യം ക്ലോറൈഡ്. അപ്പൊ അതിന്റെ രാസസൂത്രം എങ്ങനെയായിരിക്കും? പൊട്ടാസ്യത്തിന്റെ പ്രതീകമായ K, ക്ലോറൈഡ് ആനയോണിന്റെ പ്രതീകമായ Cl. അപ്പോൾ KCl എന്നാണ് പൊട്ടാസ്യം ക്ലോറൈഡിന്റെ രാസസൂത്രം. ഇനി ഈ ഒരു രാസസൂത്രം കാണുമ്പോൾ തന്നെ നമുക്ക് പ്രവചിക്കാൻ പറ്റും ഏത് ആസിഡിൽ നിന്നും ഏത് ആൽക്കലിയിൽ നിന്നുമാണ് ഈ ഒരു ലവണം ഉണ്ടായിട്ടുള്ളത് എന്ന്. ഇവിടെ അവർ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. HCl ആണ് ആസിഡ്, അതായത് ഹൈഡ്രോക്ലോറിക് ആസിഡ്. ആൽക്കലി KOH ആണ്, അതായത് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. അപ്പോൾ ഞാനിവിടെ രാസപ്രവർത്തനമായിട്ട് അത് എഴുതിയിട്ടുണ്ട്. HCl-ഉം KOH-ഉം തമ്മിൽ പ്രതിപ്രവർത്തിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? HCl-ൽ നിന്ന് H+ അയോണും
KOH നിന്ന് OH മൈനസ് അയോണും റിലീസ് ആവും അല്ലെ. അപ്പൊ അങ്ങനെ HOH ഇവ ചേർന്ന് എന്താണ് ഫോം ചെയ്യുക? H2O. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ജലം അത് ഫോം ചെയ്തു അല്ലെ. അപ്പോൾ ഇനി ബാക്കി ഇവിടെ എന്താ ഉള്ളത്? കെയും സിഎല്ലും. അപ്പൊ അത് നമ്മൾ ഇവിടെ എടുത്തെഴുതി KCl. അതാണ് ഇവിടെ ഫോം ചെയ്യുന്ന ലവണത്തിന്റെ പേര്. ഓക്കെ, ഒറ്റൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല, അതുകൊണ്ട് തന്നെ ഞാൻ ബാക്കിയുള്ളതും കൂടി എഴുതിയിട്ടുണ്ട്. സോഡിയം നൈട്രേറ്റ് രാസസൂത്രം വരുന്നത് NaNO3 ആണ്. ഇനി ഇവ ഉണ്ടായിട്ടുള്ളത് ഏതൊക്കെ ആസിഡിൽ നിന്നും ആൽക്കലിൽ നിന്നുമാണ്? HNO3. HNO3 ഇതിന്റെ നൈട്രിക് ആസിഡിന്റെ രാസസൂത്രമാണ്. അതുപോലെ ആൽക്കലി NaOH, സോഡിയം ഹൈഡ്രോക്സൈഡ്. അപ്പോൾ HNO3യും NaOHും പ്രതിപ്രവർത്തിക്കുമ്പോൾ ഇങ്ങനെ ജലം HNO3യിൽ നിന്ന് Hഉം NaOHൽ നിന്ന് OHും പുറന്തള്ളപ്പെടും. അപ്പോൾ ബാക്കിയുള്ളത് എന്താ? NaNO3. അപ്പോൾ അതാണ് ഇവിടെ സോഡിയം നൈട്രേറ്റ് ഫോം ചെയ്തു, ജലം ഫോം ചെയ്തു എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുള്ളത്. ഇനി അമോണിയം സൾഫേറ്റ് അല്ലെ. അമോണിയം സൾഫേറ്റ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഏത് ആസിഡിൽ നിന്നാണ്? H2SO4 അഥവാ സൾഫ്യൂരിക് ആസിഡിൽ നിന്ന്. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. പിന്നെ ആൽക്കലി ഏതാ? NH4OH, അതായത് അമോണിയം ഹൈഡ്രോക്സൈഡ്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൽ നിന്നും ജലം എലിമിനേറ്റ് ആയിട്ട് പോകും. അപ്പൊ പിന്നെ ബാക്കിയുള്ളത് എന്താ? NH4 twice SO4, അതായത് അമോണിയം സൾഫേറ്റ്. തൊട്ടപ്പുറത്തെ പേജിൽ 60ാമത്തെ പേജിൽ താഴെ പറയുന്ന ലവണങ്ങൾ ജലത്തിൽ ലയിപ്പിച്ച് കിട്ടുന്ന ലായനിയുടെ അമ്ലത്വം അല്ലെങ്കിൽ ക്ഷാരത്വം ലിറ്റ്മസ് ഉപയോഗിച്ച് തിട്ടപ്പെടുത്തുക. ഒരു ലിറ്റ്മസ് പേപ്പർ കയ്യിലില്ലെങ്കിൽ കൂടി നമ്മൾക്ക് ആക്ച്വലി ഇത് പ്രവചിക്കാൻ പറ്റും. ഒരു ലവണത്തിന്റെ സ്വഭാവം എന്താണ്? അത് ന്യൂട്രൽ ഗുണമാണോ കാണിക്കുക, അസിഡിക ഗുണമാണോ കാണിക്കുക, ബേസിക ഗുണമാണോ കാണിക്കുക, എങ്ങനെയാണെന്നല്ലേ. അപ്പൊ അതിനൊരു കോൺസെപ്റ്റ് ഉണ്ട്. എന്താണ്? NaCl. NaCl ഏതൊക്കെ ആസിഡിൽ നിന്നും ബേസിൽ നിന്നാണ് ഫോം ചെയ്യുന്നത്? നമ്മൾ നിർവീരീകരണ പ്രവർത്തനത്തിന് മസ്റ്റ് ആയിട്ട് കമ്പൽസറി ആയിട്ട് പഠിക്കാൻ പറഞ്ഞ റിയാക്ഷൻ ആണ് അല്ലെ. അപ്പോൾ ഇത് എന്തായാലും നിങ്ങൾ അറിഞ്ഞിരിക്കണേ. അപ്പോൾ ഏതാണ് ആസിഡ്? HCl. ഏതാണ് ബേസ്? NaOH. അപ്പോൾ നമ്മൾ ആസിഡിന്റെ ക്ലാസിഫിക്കേഷൻ പറഞ്ഞത് ഓർമ്മയുണ്ടോ? വീര്യമേറിയ അമ്ലങ്ങളുണ്ട്, ദുർബലമായിട്ടുള്ള അമ്ലങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ. അപ്പോൾ HCl ഏതിന്റെ കൂട്ടത്തിലാണ് പെടുക? വീര്യമേറിയ അമ്ലത്തിന്റെ കൂട്ടത്തിൽ, അതായത് സ്ട്രോങ് ആസിഡ് ആണ് HCl. ഇനി NaOH നമ്മൾ ക്ഷാരങ്ങളുടെ കേസിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ ഇപ്പൊ ഞാൻ പറയാണ് NaOH എന്ന് പറയുന്നത് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബേസ് ആണ്, അതായത് വീര്യമേറിയ ഒരു ക്ഷാരമാണ്. സോഡിയം ഹൈഡ്രോക്സൈഡിന്റെ കാര്യം പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരികയാണ്, നമ്മൾ പൊതുവെ ആസിഡിന് എല്ലാവർക്കും പേടിയാണ്, അത് ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് നമുക്കറിയാം. പക്ഷേ ബേസുകളെ കുറിച്ചിട്ട് നമുക്ക് പലർക്കും അങ്ങനത്തെ ഒരു ബോധമില്ല. നമ്മൾ ബേസ് ആകുമ്പോൾ കുഴപ്പമില്ല എന്നുള്ള പോലെയാണ്. പക്ഷെ അങ്ങനെയല്ല, ബേസുകളും ആസിഡുകളെ പോലെ തന്നെ അപകടകാരികളാണ്. ഇപ്പോൾ കണ്ണിലൊക്കെ തെറിക്കുകയാണെങ്കിൽ, കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ പത്രത്തിൽ വന്നിട്ടുണ്ടായിരുന്ന ഒരു വാർത്ത എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് MSc വിദ്യാർത്ഥിനിയായിരുന്ന, ബോട്ടണിയിലെ വിദ്യാർത്ഥിനിയായിരുന്ന ഒരാള്, എനിക്ക് പേരൊന്നും ഓർമ്മയില്ല, അവര് ഇങ്ങനെ ലാബില് സോഡിയം ഹൈഡ്രോക്സൈഡ് ഉപയോഗിച്ച് ഒരു പരീക്ഷണം നടത്തുന്ന സമയത്ത് അത് കണ്ണിൽ തെറിച്ചു. എന്നിട്ട് അവരുടെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടു. അപ്പൊ അങ്ങനെ വളരെ സങ്കടകരമായ ഒരു പത്രവാർത്ത ഉണ്ടായിരുന്നു. അപ്പോൾ സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്നത് ഭയങ്കര കൊറോസീവ് ആണെന്ന് നമ്മൾ പറയും. നമ്മുടെ സ്കിന്നിനൊക്കെ കുറെ ലെയർ ഇല്ലേ, അതുപോലെ കണ്ണിനും ലെയർ ഉണ്ട്. അപ്പോൾ ഓരോ ലെയറിലോട്ടും ഇതിങ്ങനെ പെനട്രേറ്റ് ചെയ്ത് അവിടുത്തെ കോശങ്ങളൊക്കെ ഇങ്ങനെ നശിപ്പിച്ച് അങ്ങനെ എന്താണ് കണ്ണിന്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടതായിരുന്നു അവർക്ക്. ഇനി ഒരിക്കലും ആർക്കും അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. അപ്പോൾ ഞാനൊരു ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് തന്നേ ഉള്ളൂ. ബേസുകളും ഭയങ്കര വീര്യമേറിയത് ആവാം. അപ്പോൾ ഈ ഒരു കേസിൽ ആസിഡും സ്ട്രോങ് ആണ്, ബേസും സ്ട്രോങ് ആണ്. അപ്പൊ ഇവ പരസ്പരം അവരുടെ ഗുണങ്ങളെ ഇല്ലാതാക്കും. അതുകൊണ്ട് തന്നെ ഇവ രണ്ടും പ്രതിപ്രവർത്തിച്ച് ഉണ്ടാകുന്ന ലവണത്തിന് ന്യൂട്രൽ ഗുണമായിരിക്കും ഉണ്ടാവുക. അത് തന്നെയല്ലേ ഇവിടെ എഴുതിയിട്ടുള്ളത്. അതായത് അമ്ലത്വവും ഇല്ല, ക്ഷാരത്വവും ഇല്ല, കാരണം ഇത് പരസ്പരം ക്യാൻസൽ ആയിട്ട് പോയി. അപ്പോൾ പിന്നെ ലവണത്തിന് ന്യൂട്രൽ ഗുണമായിരിക്കും ഉണ്ടാവുക. ഇനി രണ്ടാമത്തെ കേസ് നോക്കിയേ. അത് ഞാനിവിടെ എഴുതിയിട്ടില്ല, കാരണം സോഡിയം ക്ലോറൈഡിനെ പോലെ തന്നെയാണ് ഈ കേസും. ഇവിടെ HCl പകരം HCl തന്നെയാണ് ഈ കേസിലും ആസിഡ് ആയിട്ട് വരുന്നത്. ബേസിന്റെ കേസിൽ സോഡിയം ഹൈഡ്രോക്സൈഡിന് പകരം പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് വരുന്നേ ഉള്ളൂ. പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡും എന്ത് തന്നെയാണ്? സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബേസ് ആണ്. അപ്പോൾ ആ കേസിലും HCl സ്ട്രോങ് ആസിഡ്, KOH സ്ട്രോങ് ബേസ് വരുന്നത് കാരണം അവ രണ്ടും പ്രതിപ്രവർത്തിച്ചുണ്ടാകുന്ന KCl എന്ന ലവണം ന്യൂട്രൽ ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് മൂന്നാമത്തതിലേക്ക് പോവാം. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് അറിയോ? ഏതാണ് ആസിഡ്? NH4 twice SO4 നമ്മൾ ഒരു പ്രാവശ്യം എഴുതി കഴിഞ്ഞ സ്ലൈഡിൽ. H2SO4 ആണ്, സൾഫ്യൂരിക് ആസിഡ് ആണ്. ഏതാണ് ബേസ്? അമോണിയം ഹൈഡ്രോക്സൈഡ്, NH4OH. അപ്പോൾ സൾഫ്യൂരിക് ആസിഡ് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ആസിഡ് ആണ്, ആസിഡുകളുടെ രാജാവ് എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. പക്ഷേ അമോണിയം ഹൈഡ്രോക്സൈഡ് ഉണ്ടല്ലോ, ദുർബലമായിട്ടുള്ള ഒരു ബേസ് ആണ്, അതായത് വീക്ക് ആയിട്ടുള്ള ബേസ് ആണ്, അത് വലിയ ശക്തിയൊന്നുമില്ല. അപ്പോൾ ഏത് ഗുണമായിരിക്കും ഇവിടെ മുന്നിട്ട് നിൽക്കുക, ഡോമിനേറ്റ് ചെയ്യുക? ഒരു സ്ട്രോങ് ആസിഡിന്റെ പ്രസൻസിൽ ആസിഡികമായിട്ടുള്ള ഗുണമാണ്
ഇവ രണ്ടും പ്രതിപ്രവർത്തിച്ചുണ്ടാകുന്ന ലവണത്തിന് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ അമോണിയം സൾഫേറ്റിന് അമ്ലത്വം ആണ് ഉണ്ടാവുക. മനസ്സിലായല്ലോ കോൺസെപ്റ്റ്? ആസിഡും ബേസും പ്രവർത്തിച്ചാണ് ലവണം ഉണ്ടാകുന്നത്. അപ്പോൾ സ്ട്രോങ് ആയിട്ടുള്ള ആസിഡ് ആണ്, വീക്ക് ആയിട്ടുള്ള ബേസ് ആണെന്നുണ്ടെങ്കിൽ ആസിഡിന്റെ പ്രോപ്പർട്ടി മാത്രമേ ലവണത്തിന് കൈമാറുകയുള്ളൂ. ഏറ്റവും ലാസ്റ്റത്തെ നോക്കിയേ, Na2CO3 സോഡിയം കാർബണേറ്റ്. സോഡിയം കാർബണേറ്റ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നതെന്ന് അറിയോ? ഏതാണ് ആസിഡ്? H2CO3. ഇത് നിങ്ങൾ അങ്ങനെ കേൾക്കാൻ വഴിയില്ല, ഇത് കാർബോണിക് ആസിഡ് ആണ്. നമ്മൾ ആക്ച്വലി പരിസ്ഥിതിയുടെ രസതന്ത്രം ചാപ്റ്ററിലൊക്കെ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. കാർബൺ ഡൈ ഓക്സൈഡും അന്തരീക്ഷത്തിലെ മോയ്സ്ചറൊക്കെ ആയിട്ട് റിയാക്ട് ചെയ്താൽ ഉണ്ടാകുന്ന ആസിഡാണ് കാർബോണിക് ആസിഡ്. അതുപോലെ നമ്മൾ സോഡ വെള്ളത്തിൽ ആ ടൈമിൽ നമ്മൾ പറയും കാർബോണിക് ആസിഡിനെ കുറിച്ചിട്ട്. ഓക്കെ, സോ H2CO3 കാർബോണിക് ആസിഡ് പക്ഷേ ഒരു ദുർബലമായിട്ടുള്ള ആസിഡ് ആണ്, ഒരു വീക്ക് ആയിട്ടുള്ള ആസിഡ് ആണ്. പക്ഷെ സോഡിയം ഹൈഡ്രോക്സൈഡ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള നല്ല ശക്തിയുള്ള ബേസ് ആണ്. അപ്പോൾ നിങ്ങൾക്കറിയാം ഏതാണോ, ഏത് ക്വാളിറ്റി ആണോ സ്ട്രോങ് ആയിട്ടുള്ളത് അതാണ് എപ്പോഴും പിന്നെ ലവണം ഫോം ചെയ്യുമ്പോൾ അതിൽ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുക. അപ്പോൾ ഇവിടെ ആസിഡ് സ്ട്രോങ് അല്ല, പക്ഷെ ബേസ് സ്ട്രോങ് ആണെങ്കിൽ ലവണം എങ്ങനെയുള്ളതായിരിക്കും? ഭയങ്കര ബേസിക് ആയിട്ടുള്ള, അതായത് ക്ഷാര ഗുണമുള്ളതായിരിക്കും. ഓക്കെ അല്ലേ? ഈ കോൺസെപ്റ്റ് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലോട്ട് പോവാം. ഇവിടെ പറഞ്ഞിട്ടുള്ളത് ലവണങ്ങളുടെ ലായനികളുടെ നിറങ്ങളെ കുറിച്ചിട്ടാണ്. നല്ല ഭംഗിയുള്ള നിറങ്ങളുണ്ട് അല്ലെ? ഇവിടെ 3 ലായനിയുടെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. നിക്കൽ സൾഫേറ്റിന് എന്ത് കളറാണ് ഉള്ളത്? പച്ച കളർ അല്ലെ? അതുപോലെ കോപ്പർ സൾഫേറ്റ് അഥവാ തുരിശ് ലായനിക്കാണെങ്കിൽ നീല കളർ. പൊട്ടാസ്യം പെർമാംഗനേറ്റ് ലായനിക്കാണെങ്കിൽ ഒരു പിങ്കിഷ് കളറാണ്, വയലറ്റ് ആ ഒരു കളറാണ് ഉള്ളത്. അപ്പോൾ ലവണങ്ങൾ ആക്ച്വലി നിറമുള്ളവയോ നിറമില്ലാത്തവയോ ആവാം. നിറം കാണിക്കുന്ന ചില ലവണങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നിറമില്ലാത്ത സിങ്ക് സൾഫേറ്റ്, മാഗ്നീഷ്യം സൾഫേറ്റ് ഇവയൊന്നും നമ്മൾ വെള്ളത്തിൽ കലക്കി ലായനിയാക്കിയാൽ അതിനൊന്നും കളറില്ല, അത് കളർലെസ് ആയിരിക്കും. ഇവിടെ കൊടുത്തിട്ടുണ്ട് ഹൈഡ്രേറ്റഡ് കോപ്പർ സൾഫേറ്റ് നീല കളർ, ഹൈഡ്രേറ്റഡ് ഫെറസ് സൾഫേറ്റ് എന്ന് പറയുമ്പോൾ അയേണിന്റെ സൾഫേറ്റ്, പിന്നെ പൊട്ടാസ്യം പെർമാംഗനേറ്റ് പിങ്ക് കളർ, കോപ്പർ കാർബണേറ്റ് പച്ച കളർ, ഫെറിക് ക്ലോറൈഡ് ബ്രൗൺ കളർ, അങ്ങനെയൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതൊന്നും അത്ര ഇതൊന്നും ഇമ്പോർട്ടന്റ് അല്ല കേട്ടോ, അത് ജസ്റ്റ് ഒരു കൗതുകത്തിന് വേണ്ടിയിട്ട് കൊടുത്തിട്ടേ ഉള്ളൂ. ഇനി ഇവയുടെ ആപ്ലിക്കേഷൻ അത് ഇമ്പോർട്ടന്റ് ആണ്, ലവണങ്ങളുടെ ആപ്ലിക്കേഷൻ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ തുരിശിലായനി, അത് എന്തിനാണ് ഉപയോഗിക്കുന്നത്? കുമിൾനാശിനി ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. പിന്നെ അയൺ സൾഫേറ്റ് ഇത് കണ്ടോ, .7H2 എന്ന് പറയുന്നത് വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷൻ എന്ന് പറയും. നമ്മളിങ്ങനെ ഡീപ്പായിട്ട് പഠിക്കേണ്ട, പക്ഷെ എന്നാലും ഇതടങ്ങിയിട്ടുള്ളതിനാണ് നമ്മൾ ഹൈഡ്രേറ്റഡ് സോൾട്ടുകൾ എന്ന് പറയുക. അതായത് ജലാംശം ഇന്ന അളവിൽ അതിലുണ്ടായിരിക്കും. അത് നമ്മൾ എപ്പോഴും രാസസൂത്രം എഴുതുമ്പോൾ അത് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് കറക്റ്റ് ആയിട്ട് എഴുതുകയും ചെയ്യും. ഓക്കെ, പിന്നെ KMnO4 അതായത് പൊട്ടാഷ്യം പെർമാംഗനേറ്റിന്റെ രാസസൂത്രമാണിത്. ജലശുദ്ധീകരണത്തിന് ഉപയോഗിക്കുന്നു. കോപ്പർ കാർബണേറ്റ് നമ്മൾ പറഞ്ഞത് ഓർമ്മയില്ലേ, ക്ലാവിലെ ഒരു ഘടകമാണ്. പിന്നെ ഫെറിക് ക്ലോറൈഡ് അത് എന്താണ്? ഒരു ഉൽപ്രേരകം. ഉൽപ്രേരകം എന്ന് പറയുന്നത് കാറ്റലിസ്റ്റ് ആണ്. അപ്പൊ നമ്മൾ റിയാക്ഷന് ഒരു രാസപ്രവർത്തനം നടക്കുമ്പോൾ ഒന്നുകിൽ അതിന്റെ സ്പീഡ് കൂട്ടാൻ ആണ് ഉൽപ്രേരകം ഉപകാരപ്പെടുന്നതെങ്കിൽ നമ്മൾ പോസിറ്റീവ് കാറ്റലിസ്റ്റ് എന്ന് വിളിക്കും. സ്പീഡ് കുറക്കാണ് അത് ചെയ്യുന്നതെങ്കിൽ നമ്മൾ നെഗറ്റീവ് കാറ്റലിസ്റ്റ് എന്ന് വിളിക്കും. ഓക്കെ, അതൊന്നും നമ്മൾ അങ്ങനെ ഡീപ്പായിട്ട് പോകണ്ട. ഞാൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏതാണെന്ന് ലാസ്റ്റ് ഇത് വായിച്ച് കഴിഞ്ഞതിന് ശേഷം പറഞ്ഞുതരാം. നിത്യജീവിതത്തിൽ ലവണങ്ങൾക്ക് ധാരാളം ഉപയോഗങ്ങളുണ്ട്. അടുക്കളയിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് കറിയുപ്പ്. അപ്പോൾ സോഡിയം ക്ലോറൈഡിന്റെ മുൻവർഷ ചോദ്യമാണ് അതിന്റെ 2 ഉപയോഗങ്ങൾ എഴുതുക എന്നുള്ളത്. അപ്പൊ ഒന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, ആഹാര പദാർത്ഥങ്ങൾ രുചിക്ക് വേണ്ടി ഉപയോഗിക്കുന്നതെന്ന്. അതല്ലാതെ എങ്ങനെയൊക്കെ ഉപയോഗിക്കാം? പ്രിസർവേറ്റീവ് ആയിട്ട് അല്ലെ? നമ്മൾ ചില ഭക്ഷണ സാധനങ്ങൾ കേടുപാട് കൂടാതെ കുറെ നാളുകളോളം സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രിസർവേറ്റീവ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട് സോഡിയം ക്ലോറൈഡിനെ. പിന്നെ ശീതമിശ്രിതമായിട്ട് ഉപയോഗിക്കാറുണ്ട്. അതായത് നമ്മൾ ഐസിന്റെ കൂടെ ഉപ്പ് ചേർത്താൽ അത് കുറച്ചുകൂടെ അധികം തണുപ്പ് നമുക്ക് കിട്ടും. ഓക്കെ, പിന്നെ വരുന്നതാണ് അപ്പക്കാരം. അപ്പക്കാരത്തിൻ്റെത് NaHCO3 അതായത് സോഡിയം ബൈകാർബണേറ്റ്. ബേക്കിംഗ് പൗഡർ നിങ്ങൾക്കറിയാം, നമ്മൾ കുക്കിങ്ങിൽ യൂസ് ചെയ്യുന്നതാണ്. പിന്നെയോ സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് ഒരുപാട് മൂലകങ്ങൾ ആവശ്യമാണ്. അപ്പോൾ രാസവളത്തിലൂടെയാണ് നമ്മളത് ചെടികൾക്ക് കൊടുക്കുന്നത്. അതിന് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, അമോണിയം സൾഫേറ്റ്, സോഡിയം നൈട്രേറ്റ്, അവയൊക്കെ. 62ാമത്തെ പേജ് എടുക്കുക. അവിടെ നിത്യജീവിതത്തിൽ മറ്റ് ലവണങ്ങൾ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടാവും. അവിടെ നിങ്ങൾ വെരി വെരി ഇമ്പോർട്ടന്റ് എന്ന് എഴുതി വെക്കുക, കാരണം എപ്പോഴും അത് ചോദിക്കാറുണ്ട്. അതിൽ ആദ്യത്തേത് ആലം, ജലശുദ്ധീകരണത്തിന് ഉപയോഗിക്കുന്നതാണ്. തുരിശ് കുമിൾനാശിനിയായിട്ട് ഉപയോഗിക്കുന്നതാണ്. അലക്കുകാരം Ne2CO3.10H2O അത് എന്താണ്? വസ്ത്ര ശുചീകരണത്തിന് ഉപയോഗിക്കുന്നതാണ്. ജിപ്സം പ്രതിമാ നിർമ്മാണം, പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അതിന് ഉപയോഗിക്കുന്നു. എപ്സം സോൾട്ട് വയറിളക്കുന്നതിനുള്ള മരുന്ന്. അപ്പോൾ ഈ പേരുകൾക്കൊപ്പം രാസസൂത്രം കൊടുത്തിട്ടുണ്ടാവും, പക്ഷെ രാസസൂത്രം അത്ര ഇമ്പോർട്ടന്റ് അല്ല. പക്ഷേ അലക്കുകാരത്തിന്റെയും അപ്പക്കാരത്തിന്റെയും രാസസൂത്രം തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾ ഒന്ന് പഠിച്ചു വെക്കുക. അപ്പക്കാരം NaHCO3 ആണ്, പക്ഷെ അലക്കുകാരം എന്താണ്? Na2CO3.10H2O. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അലക്കുകാരം
Na2CO3.10H2O. ഇതെന്താണെന്ന് ഞാൻ പറഞ്ഞത്? വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷൻ. ഓക്കെ, അത്ര മതി. ചില വാക്കുകൾ തമ്മിലുള്ള ഡിഫറൻസ്: ലായകം, ലീനം, പിന്നെ ലായനി. വിവിധ തരം ലായനികളുണ്ട്. ഒന്നിലധികം വസ്തുക്കൾ നന്നായി ഏകാത്മക സ്വഭാവം കൈവരിക്കുമ്പോഴാണ് നാം അതിനെ ലായനി എന്ന് വിളിക്കുന്നത്. ഒരു ഖരവസ്തു ഒരു ദ്രാവകത്തിൽ ലയിപ്പിക്കുമ്പോഴാണ് ലായനി ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മൾ പലപ്പോഴും വിചാരിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷെ അതൊരു ശരിയായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് അല്ല. ഉദാഹരണം എന്ന് പറയുന്നത് കോപ്പറും സിങ്കും ഖരാവസ്ഥയിലുള്ള രണ്ട് വസ്തുക്കളാണ്. പക്ഷെ അവ രണ്ടും ഉരുക്കി സംയോജിപ്പിച്ച് കട്ടിയാക്കിയാൽ കിട്ടുന്നതും എന്ത് തന്നെയാണ്? ലായനി തന്നെയാണ്. അങ്ങനെ കിട്ടുന്ന ലോഹക്കൂട്ടിനെയാണ് നമ്മൾ ഖരലായനി അഥവാ അലോയ് എന്ന് വിളിക്കുന്നത്. ഖരലായനി അഥവാ അലോയ് അല്ലെങ്കിൽ ലോഹസങ്കരം, അങ്ങനെ എന്ത് പേരിൽ വേണമെങ്കിലും പറയാം. അപ്പോൾ കോപ്പറും സിങ്കും ചേർത്ത് ഉണ്ടാകുന്നതാണ് പിച്ചള അല്ലെങ്കിൽ ബ്രാസ് എന്ന് പറയുന്നത്. അതിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് കോപ്പറും മറ്റൊരു ഭാഗത്ത് സിങ്കുമായി വേർതിരിച്ചല്ല നിലനിൽക്കുന്നത്, മറിച്ച് അവ രണ്ടും ഇഴുകിച്ചേർന്ന് ഏകാത്മക സ്വഭാവം കൈവരിക്കുന്നു. അതുകൊണ്ട് ഇതൊരു ലോഹക്കൂട്ടാണ്. മറ്റൊരു ലോഹക്കൂട്ടിന് എക്സാമ്പിൾ ആണ് എന്ത്? നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഓട് എന്ന് പറഞ്ഞില്ലേ. അപ്പം കോപ്പറും ടിന്നും, ഇതാണ് ബ്രോൺസ് അല്ലെങ്കിൽ വെങ്കലം. ഓക്കെ, കോപ്പറും ടിന്നും ആണ് അതിലടങ്ങിയിട്ടുള്ളത്. പിന്നെ സ്വർണ്ണാഭരണക്കാരുടെ പരസ്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? അതിൽ എന്താ കൊടുത്തിട്ടുണ്ടാവുക? ഞങ്ങളുടേത് 916 ഗോൾഡ് ആണ്. അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? ഒരു 1000 ഗ്രാം സ്വർണം നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അതില് 916 ഗ്രാമേ എന്തുള്ളൂ? ശുദ്ധമായിട്ടുള്ള സ്വർണ്ണമുള്ളൂ. അപ്പൊ ബാക്കി എന്താ ഉണ്ടാവുക? 916 ഗ്രാം ആണ് ഔട്ട് ഓഫ് 1000 ഗ്രാം ശുദ്ധ സ്വർണം ഉണ്ടാവുക. ബാക്കി എന്തായിരിക്കും? ഒരു 84 ഗ്രാം എന്ന് പറയുന്നത് സിൽവർ, കോപ്പർ എന്നീ ലോഹങ്ങളായിരിക്കും. അന്തരീക്ഷ വായുവിനും വിവിധ ഘടകങ്ങളുണ്ട്. നാം ശ്വസിക്കുന്ന വായു എന്താണ് എന്ന് ഒന്ന് നോക്കാം. അത് ഒരു ഒറ്റ വാതകമാണോ? അല്ല, അത് നമുക്ക് ഓൾറെഡി അറിയാം അല്ലെ. പല വാതകങ്ങളുടെയും മിശ്രിതമാണ്. മുറിയുടെ ഒരു മൂലയിൽ നിന്ന് നമ്മൾ അല്പം വാതകം എടുത്ത് പരിശോധിച്ചാലും മുറിയുടെ മറ്റേ ഭാഗത്തെ വായു എടുത്ത് പരിശോധിച്ചാലും ലഭിക്കുന്ന ഫലം ഒന്ന് തന്നെയായിരിക്കില്ലേ? അല്ലാതെ ഓരോ മുക്കിലും മൂലയിലും അങ്ങനെ അത് മിശ്രിതം മാറുമോ? ഇല്ല. അപ്പോൾ 78% നൈട്രജൻ, 21% ഓക്സിജൻ, 1% ആർഗൺ തുടങ്ങിയവയാണ് വായുവിലെ പ്രധാന ഘടകങ്ങൾ. അതുകൊണ്ട് അന്തരീക്ഷ വായുവിനെ നമുക്ക് എന്താണെന്ന് പറയാം? ഒരു ലായനിയാണെന്ന് നിസ്സംശയം പറയാൻ വേണ്ടി സാധിക്കും. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ചില ലായനികളും അവയിലെ ലായകവും അവയിലെ ലീനവും എന്താണ് എന്നതിനെ കുറിച്ചാണ്. ലായനി എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഇനി ലായകം എന്താണെന്ന് എങ്ങനെ മനസ്സിലാക്കും? ഒരു ലായനിയിൽ ലീനത്തെ ലയിപ്പിക്കാൻ കഴിയുന്ന പദാർത്ഥം. ഓക്കെ, അതായത് ഒരു ലായനി എന്ന് പറയുന്നത് ലായകവും ലീനവും അടങ്ങിയതാണ്. അപ്പോൾ ലീനം എന്നുള്ളത് കുറച്ച് എമൗണ്ടിലുള്ള സാധനമായിരിക്കും, ലായകം എന്നുള്ളത് കൂടുതൽ എമൗണ്ടിലുള്ള സാധനമായിരിക്കും. അപ്പോൾ ഒരു ലായനിയിൽ ലായകത്തിൽ ലയിക്കപ്പെടുന്ന പദാർത്ഥമാണ് ലീനം എന്ന് പറയുന്നത്. അപ്പൊ ലീനത്തെ ഡിസോൾവ് ചെയ്യാൻ കെൽപ്പുള്ള എമൗണ്ട് കൂടുതലുള്ള പദാർത്ഥമായിരിക്കും ലായകം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഉപ്പുവെള്ളം എടുക്കുകയാണ്. ഉപ്പുവെള്ളം എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം, നമ്മൾ ഉപ്പ് കുറച്ചിടും, വെള്ളം ഒരുപാടുണ്ടാവും ഉപ്പിനെ അപേക്ഷിച്ച് അല്ലെ. അപ്പോൾ ഉപ്പാണ് അതിലത്തെ ലീനം, വെള്ളമാണ് ലായകം. ഇനി നമ്മൾ തുരിശ് ലായനി, കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ എടുക്കുകയാണെങ്കിൽ കോപ്പർ സൾഫേറ്റ് ക്രിസ്റ്റൽസ്, അതാണ് തുരിശ് എന്ന് പറയുന്നത്. അപ്പൊ അതാണ് കുറച്ച് എമൗണ്ടിൽ ഉണ്ടാവുക, അതിനെയാണ് നമ്മൾ ലീനം എന്ന് പറയാം. അത് നമ്മൾ ഏതിലാണോ ഡിസോൾവ് ചെയ്തിട്ടുള്ളത്, ഏതിലാണോ അലിയിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്, അതിനെയാണ് നമ്മൾ ലായകം എന്ന് പറയുക. ഓക്കെ, ഇനി നടുവിലുള്ള ഒരാളെ കണ്ടോ? ഇയാളാണ് എപ്പോഴും എക്സാമിനേഴ്സ് ചോദിക്കുന്നയാള്. അതായത് സോഡാവെള്ളം. സോഡാവെള്ളം കുടിക്കാത്ത ആരും ഉണ്ടാവില്ല, പക്ഷെ സോഡാവെള്ളം കുഴപ്പക്കാരനാണ്. എന്താ? സോഡാവെള്ളത്തിന് നമുക്കറിയാം ലായകം എന്താണ്? വെള്ളം തന്നെയായിരിക്കും. പക്ഷെ ലീനം എന്തായിരിക്കും എന്നറിയോ? ലീനം കാർബൺ ഡൈ ഓക്സൈഡ് ആയിരിക്കും. അതെന്താ അങ്ങനെ? കാരണം സോഡാ കുപ്പി തുറക്കുമ്പോൾ അതിൽ നിന്ന് കുമിള മുകളിലോട്ട് ഉയർന്നു വരുന്നത് കാണാം. അതെന്തുകൊണ്ടാ? നമ്മൾ ജലത്തില് അതിസമ്മർദ്ദം ഉപയോഗിച്ച്, അതായത് ഹൈ പ്രഷറില് കാർബൺ ഡൈ ഓക്സൈഡ് ലയിപ്പിച്ചിട്ടാണ് എന്തുണ്ടാക്കുന്നത്? സോഡാ വെള്ളം ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ CO2 ഇതിനകത്ത് ട്രാപ്ഡ് ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ നമ്മളിത് തുറക്കുമ്പോൾ ഇതിന്റെ ഉള്ളിലുള്ള CO2 പുറത്തോട്ട് ചാടാൻ ഭയങ്കര വ്യഗ്രതയാണ്. അതാണ് അതിങ്ങനെ ഷൂ പറഞ്ഞിട്ട് മുകളിലേക്ക് ബബിൾസ് ആയിട്ട് ഉയർന്നു വരുന്നത്. അപ്പോൾ സോഡാ വെള്ളത്തിലെ ലീനം കാർബൺ ഡൈ ഓക്സൈഡ് അഥവാ CO2 ആണ്. ലായകം എന്ത് തന്നെയാണ്? വെള്ളം തന്നെയാണ്. വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഈ 1 മാർക്ക് നിങ്ങൾ എന്തായാലും മിസ്സാക്കരുത് എക്സാമിന്. ഓക്കെ,
അപ്പോൾ ഇത് മനസ്സിലായെങ്കിൽ നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലോട്ട് പോവാം. ഈ പാഠഭാഗത്ത് നിന്ന് കുറച്ചുകൂടി കോൺസെപ്റ്റ്സ് നമുക്ക് കവർ ചെയ്യാനുണ്ട്. അപ്പോൾ ഇത് ഭയങ്കര ലോങ് ആയിട്ടുള്ള വീഡിയോ ആകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പാർട്ട് 2 ആയിട്ട് ബാക്കി ഭാഗങ്ങൾ ഇടുന്നതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ അത് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പാർട്ട് 2 വീഡിയോയുമായി ഉടൻ തന്നെ കാണാം.